നമസ്കാരം, എല്ലാവർക്കും IHMA സ്പന്ദനം ഹെൽത്ത് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നികിത, ചീഫ് കൺസൾട്ടന്റ് അറ്റ് ഡോക്ടർ നികിതാസ് ഹോമിയോ ക്ലിനിക്, പോർക്കുളം, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭമായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത്തവണ കാലവർഷം വളരെ നേരത്തെയാണ്. സ്കൂളുകളിലേക്ക് പോകുന്ന മക്കളുള്ള മാതാപിതാക്കൾക്കൊക്കെ ടെൻഷന്റെ ടൈമാണ്. കാരണം മഴക്കാലമാണ്, അസുഖങ്ങളുടെ കാലമാണ്. പൊതുവേ മഴക്കാലത്ത് അസുഖങ്ങൾ കൂടുതലാണ്. അതിനുള്ള കാരണം ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിൽ ബാക്ടീരിയ ആണെങ്കിലും വൈറസ് ആണെങ്കിലും പെട്ടെന്ന് വർദ്ധിക്കും. അവ രോഗങ്ങൾ പരത്തുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും കൊതുകളിൽ നിന്നും വരുന്ന പകർച്ചവ്യാധികളും കൂടുതലായിരിക്കും. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അസുഖങ്ങൾ വന്ന് ചികിത്സിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് അസുഖങ്ങൾ വരാതെ നോക്കുന്നതാണല്ലോ. സോ മഴക്കാലത്ത് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. വ്യക്തി ശുചിത്വം പാലിക്കണം. അതിൽ പ്രധാനമായി കൈകൾ വൃത്തിയായി സൂക്ഷിക്കണം. സ്കൂളിൽ പോകുന്ന മക്കളോട് ഭക്ഷണത്തിന് മുന്നേ കൈകൾ കഴുകാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം. കാരണം വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് കൊതുകുകൾ പെറ്റുപെരുകും. സോ കൊതുക് മൂലമുള്ള പകർച്ചവ്യാധികൾ കൂടും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുക. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം ചെറു ചൂടോടുകൂടി കൊടുക്കുക. ഉച്ചയ്ക്ക് അത് സാധ്യമല്ല, കാലത്തും രാത്രിയിലും ചെറു ചൂടോടുകൂടി കൊടുക്കാനായിട്ട് നോക്കണം. ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴുകി മാത്രം ഉപയോഗിക്കുക. പാദരക്ഷകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈർപ്പം തങ്ങി നിൽക്കാത്തതായത് ചൂസ് ചെയ്യണം. ഈർപ്പം തങ്ങി നിൽക്കുമ്പോൾ സ്കിൻ കംപ്ലയിൻസ് വരും. പനിയും ജലദോഷവും ഉള്ള മക്കളെ സ്കൂളുകളിലേക്ക് വിടാതെ നോക്കണം. അതവർക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ള മക്കൾക്ക് അസുഖങ്ങൾ വരാതെ ഇരിക്കുന്നതിനും സഹായിക്കും. മക്കൾക്ക് ഹെൽത്തി ഫുഡ്സ് കൊടുക്കുക. അതിൽ തന്നെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിനുള്ള വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. നനഞ്ഞതും ഇറുകിയതുമായ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. മഴക്കാല രോഗങ്ങളുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങൾ കോർത്തിണക്കിയ ഹോമിയോപ്പതിയെ നിങ്ങൾക്ക് ആശ്രയിക്കാം. ആരോഗ്യകരമായ ഒരു പുതിയ അധ്യയന വർഷം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് IHMAയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ ആശംസിക്കുന്നു.